മിശിഹായിൽ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈശോയുടെ ശിഷ്യരിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത് പുരുഷന്മാരായ ശിഷ്യന്മാരെക്കുറിച്ചാണ്. എന്നാൽ ഈശോയുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് പരസ്യ ജീവിതകാലത്തും മരണത്തോടനുബന്ധിച്ചും ഉദ്ധാനത്തോടനുബന്ധിച്ചും ചില പ്രധാന റോളുകൾ വഹിച്ച വനിതകളായ ശിഷ്യകളുണ്ടായിരുന്നു. അവരെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക. മഗ്ദലന മറിയം, മർത്തായും മറിയവും, സുവിശേഷകനായ മർക്കോസിൻ്റെ അമ്മയായ മറിയം, ഈശോയുടെ മുഖം തുടച്ച വെറോനിക്ക, കൂടാതെ ജോവാന, സൂസന്ന തുടങ്ങിയവർ. അവർ ഈശോയെ വിശ്വാസത്തോടുകൂടി അനുഗമിക്കുകയും ഈശോയെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈശോ കുരിശു ചുമന്നുകൊണ്ട് പോകുമ്പോൾ, കുരിശിൽ കിടന്ന് പാടുപീഡകൾ അനുഭവിക്കുമ്പോൾ, ഈശോയെ മരിച്ചടക്കുമ്പോൾ അവിടെ ആകെ ഉണ്ടായിരുന്ന അപ്പസ്തോലൻ യോഹന്നാൻ മാത്രമാണ്. മറ്റുള്ളവരെല്ലാം ഭയത്തോടെ ഓടി അകന്നുപോയി. എന്നാൽ ധൈര്യത്തോടുകൂടി അവിടെ നിൽക്കുവാൻ സാധിച്ചത് ഈ വനിതകളായ ശിഷ്യർക്കാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ അവസരത്തിലും ഈ വനിതകൾക്കാണ് ആ ഉദ്ധാനത്തിൻ്റെ രഹസ്യം വെളിപ്പെട്ട് കിട്ടുവാൻ ഇടയായി തീർന്നതും. അവരാണ് മറ്റ് ശിഷ്യന്മാരെ കർത്താവിൻ്റെ ഉദ്ധാനത്തെക്കുറിച്ച് അറിയിക്കുന്നതും. നമുക്ക് മഗ്ദലന മറിയത്തെക്കുറിച്ച് ചിന്തിക്കാം. കർത്താവിൻ്റെ ഉദ്ധാനത്തിന് സാക്ഷ്യം വഹിക്കുവാനുള്ള ഒരു വലിയ ഭാഗ്യം അവൾക്ക് ലഭിക്കുകയുണ്ടായി. വനിതകളായ ശിഷ്യഗണങ്ങളിൽ ഏറ്റവും പ്രമുഖ സ്ഥാനമുള്ള ഒരു വ്യക്തിയാണ് മഗ്ദലന മറിയം. സുവിശേഷങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന പ്രകാരം അവൾ ഗലീലയിലെ മഗ്ദല എന്ന സ്ഥലത്ത് നിന്നുള്ളവളാണ്. അതുകൊണ്ടാണ് അവൾ മഗ്ദലന മറിയം എന്ന് അറിയപ്പെടുന്നത്. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്ന പ്രകാരം 7 പിശാചുക്കളെ ഈശോ അവളിൽ നിന്ന് സ്വതന്ത്രയാക്കി എന്നുള്ളതാണ് വ്യക്തമാക്കുക. അതുകൊണ്ട് അവൾ ഈശോയെ വളരെയേറെ സ്നേഹിക്കുകയും ഈശോയോട് ഭക്തിപൂർവ്വം അനുധാവനം ചെയ്യുകയും ചെയ്തു. മറ്റ് വനിതകളായ ശിഷ്യരോട് ചേർന്നുകൊണ്ട് ഈശോയ്ക്കും 12 അപ്പസ്തോലന്മാർക്കും അവർ വേണ്ട വിധത്തിലുള്ള ഭൗതികമായ സഹായങ്ങളും നൽകിയിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ മറ്റ് അപ്പസ്തോലന്മാരെല്ലാം ഭയചകിതരായി ഓടി അകലുമ്പോഴും മഗ്ദലന മറിയം കുരിശിൻ ചുവട്ടിൽ നിന്നിരുന്നു. അരിമത്ഥ്യക്കാരൻ യോസഫിൻ്റെയും നിക്കോദേമോസിൻ്റെയും നേതൃത്വത്തിൽ ഈശോയുടെ മൃതസംസ്കാരം നടക്കുന്ന അവസരത്തിലും അവൾ സാക്ഷിയായി നിന്നു. അതുകൊണ്ട് ഈശോയെ ഏത് ശവകുടീരത്തിലാണ് അടക്കിയത് എന്ന് അവൾക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഉദ്ധാനത്തിൻ്റെ ദിവസം പ്രഭാതത്തിൽ ഈശോയുടെ മൃതശരീരം അനോയിൻ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് സുഗന്ധക്കൂട്ടുകളുമായിട്ട് അവൾ ഓടിയെത്തിയത്. 4 സുവിശേഷങ്ങളും സാക്ഷ്യപ്പെടുത്തുന്ന പ്രകാരം ഈശോയുടെ ശൂന്യമായ കല്ലറയ്ക്ക് സാക്ഷ്യം വഹിച്ച ആദ്യത്തെ സ്ത്രീയാണ് മഗ്ദലന മറിയം. അതുപോലെ തന്നെ ഉദ്ധാനം ചെയ്ത് ഈശോയെ ആദ്യമായിട്ട് അവളാണ് കാണുന്നത്. അവളെയാണ് അപ്പസ്തോലന്മാരെ ഈ സന്തോഷ വാർത്ത അറിയിക്കുവാനായിട്ട് ഈശോ അവിടെ ചുമതലപ്പെടുത്തുന്നത്. അങ്ങനെ അപ്പസ്തോലന്മാരുടെ അപ്പസ്തോല എന്നാണ് മഗ്ദലന മറിയത്തെ പറ്റി അറിയപ്പെടുക. അപ്രമാണിക ഗ്രന്ഥങ്ങളിലും സഭാപിതാക്കന്മാരിലും ചില ഐതിഹ്യങ്ങളിലും ചില ഭക്തി മാർഗങ്ങളിലുമൊക്കെ വെളിപ്പെടുത്തുന്ന മഗ്ദലന മറിയത്തെക്കുറിച്ചുള്ള ചില ചിത്രങ്ങളുണ്ട്. ഒന്ന്, അവൾ മാനസാന്തരപ്പെട്ട ഒരു വ്യഭിചാരിണിയായ സ്ത്രീ ആയിരുന്നുവെന്ന് 6-ാം നൂറ്റാണ്ടിലെ പാശ്ചാത്യ സഭാ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഫ്രാൻസിലെ മെഡീവൽ ലെജൻഡ്സ് അനുസരിച്ച് ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം അവൾ സദേൺ ഫ്രാൻസിൽ ഫ്രാൻസിൻ്റെ തെക്കുഭാഗത്ത് ലാസറിനോടും മർത്തായോടും മറ്റുള്ളവരോടും ചേർന്ന് സുവിശേഷം പ്രസംഗിച്ചു, അങ്ങോട്ട് യാത്ര ചെയ്തു എന്ന് പറയുന്നുണ്ട്. ആ സുവിശേഷം പ്രഘോഷണത്തിന് ശേഷം അവിടെ ഒരു സന്യാസിനിയായി ഒരു ഗുഹയിൽ ജീവിച്ചിരുന്നുവെന്നാണ് അവരുടെ വിശ്വാസം. ഈസ്റ്ററിനോടനുബന്ധിച്ച് ചുവന്ന കളർ പൂശിയ
മുട്ട നമ്മൾ ഉപയോഗിക്കാറുണ്ട്, പ്രത്യേകിച്ച് പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയിൽ. അതിൻ്റെ ഒരു പാരമ്പര്യം, മഗ്ദലന മറിയം ഒരു ചുമന്ന കളറുള്ള ഒരു മുട്ട തൈബീരിയസ് ചക്രവർത്തിക്ക് റോമിൽ കൊണ്ടുപോയി കൊടുത്തുവെന്നും ക്രിസ്തു ഉദ്ധാനം ചെയ്തുവെന്നും വെളിപ്പെടുത്തിയെന്നാണ്. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഇങ്ങനെ ചുമന്ന കളറുള്ള മുട്ട കൊടുക്കുന്നത് എന്ന് ഒരു വിശ്വാസമുണ്ട്. അങ്ങനെ മാനസാന്തരത്തിൻ്റെയും സുവിശേഷവൽക്കരണത്തിൻ്റെയും ഒരു പ്രധാന വ്യക്തിയായിട്ടാണ് മഗ്ദലന മറിയത്തെ കാണുക. അതുകൊണ്ട് 2016 ഫ്രാൻസിസ് മാർപ്പാപ്പ ജൂലൈ 22-ാം തീയതി ഈ മഗ്ദലന മറിയത്തിൻ്റെ തിരുനാൾ ദിവസമായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. കാരണം അവളാണ് ഉദ്ധിതനായ ക്രിസ്തുവിന് ആദ്യം സാക്ഷ്യം വഹിച്ചതും അതുപോലെ തന്നെ ആദ്യത്തെ കർത്താവിൻ്റെ ഉദ്ധാനശേഷമുള്ള ഉദ്ധാനത്തിൻ്റെ സന്ദേശം അറിയിക്കുന്നതും. മഗ്ദലന മറിയത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു മാനസാന്തരം ഉണ്ടായി കഴിയുമ്പോൾ ഒരു വ്യക്തിയിൽ വരുന്ന വലിയ ഒരു മാറ്റം. 7 പിശാചുക്കളെ അവളിൽ നിന്ന് ബഹിഷ്കരിച്ചു കഴിഞ്ഞപ്പോൾ അവൾ വിമോചിതയായി, ആത്മീയമായി അവൾ ഉയർന്നു, ഈശോയുടെ ഒരു നിരന്തരം അനുഗമിക്കുന്ന ഒരു ശിഷ്യയായി മാറുന്നു. സേവനത്തിൻ്റെ ഒരു ഉദാത്ത മാതൃകയാണ് ഈ മഗ്ദലന മറിയം. മറ്റ് സ്ത്രീകളോട് ചേർന്ന് അവരുടെ നിസ്സാരമായ വരുമാനത്തിൽ നിന്നും അവരുടെ സമയവും അവരുടെ കഴിവുകളുമെല്ലാം ഈശോയ്ക്ക് വേണ്ടി അവർ ചെലവഴിക്കുന്നു. നമുക്കും അപ്രകാരം ചെയ്യുവാൻ സാധിക്കുമോ? കുരിശിൻ ചുവട്ടിൽ മാതാവിനോടൊത്ത്, സുവിശേഷകനായ യോഹന്നാനോടൊത്ത്, മറ്റ് ഭക്തരായ സ്ത്രീകളോടൊത്ത് അവളും ഈശോയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ട് കുരിശിൻ ചുവട്ടിൽ നിന്നു. അതുകൊണ്ട് ആ ഈശോയുടെ ഉദ്ധാനത്തിലും സാക്ഷിയാകുവാനായിട്ട് അവൾക്ക് സാധിച്ചു. ഉദ്ധാനശേഷം ഈശോ മേരി എന്ന് പറഞ്ഞ് അവളുടെ പേര് വിളിച്ചാണ് അവളെ അഭിസംബോധന ചെയ്തത്. ഈ മഗ്ദലന മറിയത്തെ പോലെ കർത്താവിൻ്റെ ഉദ്ധാനത്തിൻ്റെ സദ്വാർത്ത മറ്റുള്ളവരെ അറിയിക്കുവാൻ നമ്മളും വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈശോയുടെ വനിതാ ശിഷ്യഗണത്തിൽ പ്രമുഖ സ്ഥാനമുള്ള 2 പേരാണ് മാർത്തായും അവളുടെ സഹോദരിയായ മറിയവും. ജെറുസലേമിനടുത്തുള്ള ബഥനിയിൽ താമസിച്ചിരുന്ന അവരുടെ സഹോദരനാണ് ഈശോ മരിച്ചവരിൽ നിന്ന് 4-ാം ദിനം ഉയർപ്പിച്ച ലാസർ. അവർ ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യരായിരുന്നുവെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 5-ാം വാക്യത്തിൽ വിവരിക്കുന്നുണ്ട്. അവർ ജെറുസലേമിൽ നിന്ന് 2 മൈൽ മാത്രം അകലെയുള്ള ബഥനിയിലാണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് ഈശോ ജെറുസലേമിൽ വരുന്ന അവസരങ്ങളിൽ പലപ്പോഴും അവരുടെ ഭവനത്തിൽ വന്നാണ് വിശ്രമിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും. ഈശോ അവരുടെ ഭവനത്തിൽ വരുന്നതും അവരുമായിട്ടുള്ള ബന്ധപ്പെടുന്നതുമായ ഏതാനും വിവരണങ്ങൾ നമുക്ക് സുവിശേഷങ്ങളിൽ കാണാം. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്, ഈശോ ഈ മർത്തായുടെയും മറിയത്തിൻ്റെയും ലാസറിൻ്റെയും ഭവനത്തിൽ വന്ന് അവിടെ വചനം പ്രഘോഷിക്കുന്നു. ഇത്രയേറെ ശിഷ്യന്മാരോടൊത്ത് ഈശോ വരുമ്പോൾ അവർക്ക് ആഹാരം കൊടുക്കേണ്ടത് തൻ്റെ ദൗത്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മർത്ത ആ കുടുംബത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ആ വ്യക്തിയാണ്. അതുകൊണ്ട് അവൾ അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് മറിയമാകട്ടെ ഈശോയുടെ പാദാന്തകത്തിലിരുന്ന് മറ്റ് ആളുകളോട് കൂടി ഈശോയുടെ വചനം സാഹൃദം ശ്രവിക്കുകയാണ്. പക്ഷേ മർത്തായ്ക്ക് തന്നെ അവളുടെ ജോലി പൂർത്തിയാക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് അവൾ സങ്കടത്തോടെ വന്ന് ഈശോയോട് പരാതി പറയുകയാണ്, നീ കണ്ടില്ലേ, എൻ്റെ സഹോദരി ഇവിടെ ഇരിക്കുന്നു, ഞാൻ തന്നെ കടന്ന് അടുക്കളയിൽ കഷ്ടപ്പെടുന്നു. അപ്പോഴാണ് ഈശോ പറയുന്നു, മാർത്ത മാർത്ത, നീ അനവധി കാര്യങ്ങളെക്കുറിച്ച് ആകുലതയും വിഷമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരു കാര്യമാണ് പ്രധാനമായിട്ട് ആവശ്യമായിട്ടുള്ളത്, അത് മറിയം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് മാറ്റപ്പെടുകയില്ല. പക്ഷെ അത് ഈശോ മർത്തായ്ക്കെതിരെ ഒരു വിമർശനമായിട്ട് നമുക്ക് തോന്നാം. എന്നാൽ അതല്ല. പക്ഷേ നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത്, മുൻഗണന എന്ന് പറയുന്നത്, ആദ്യം ഈശോയെ ശ്രവിക്കണം, വചനം പഠിക്കണം. അതിനുശേഷം മർത്തായെപ്പോലെ നമ്മൾ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യണം. ഈ മർത്തായും മറിയവുമായിട്ടുള്ള ഈശോ ബന്ധപ്പെടുന്ന മറ്റൊരു കാര്യം വിവരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിലാണ്. അവരുടെ സഹോദരൻ, മർത്തായുടെയും മറിയത്തിൻ്റെയും സഹോദരൻ ലാസർ രോഗിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോയ്ക്ക് അവർ സന്ദേശം അയക്കുന്നുണ്ട്. ഗലീലയിലായിരുന്ന ഈശോ അല്പം വൈകിയാണ് അവരുടെ ഭവനത്തിലേക്ക് ചെല്ലുക.
അപ്പോഴേക്ക് ലാസർ മരിച്ച് അടക്കപ്പെട്ടു 4-ാം ദിവസമായി. അപ്പോൾ ഈശോ വരുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് ഓടിച്ചെല്ലുന്നത് ഈശോയുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ് മാർത്ത. മർത്തായോട് ഈശോ മർത്തായെ ആശ്വസിപ്പിക്കുവാൻ തുടങ്ങുമ്പോൾ മർത്ത തൻ്റെ വിശ്വാസം ഏറ്റു പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നാഥ, അങ്ങ് ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ അപൂർവ ശിഷ്യന്മാർക്കാണ് അത്രയേറെ ബോധ്യത്തോടു കൂടി ഈശോ ദൈവപുത്രനാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്. മറിയം പിന്നീട് ഈശോയുടെ അടുക്കിലേക്ക് വരികയും അവൻ്റെ പാദാന്തികത്തിലിരുന്ന് കരയുകയും ചെയ്യുന്നു. അവരോട് സഹതാപം തോന്നി ഈശോ അവരോട് ചേർന്ന് കരയുകയാണ്. അതിനുശേഷം മരിച്ചവരുടെ കല്ലറയിൽ നിന്നും ലാസറിനെ ഉയർപ്പിക്കുന്നു. ഇവിടെ മാർത്ത അവളുടെ ശക്തമായ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മറിയത്തിൻ്റെ ആ ഈശോയോടുള്ളതായ വലിയ വൈകാരികമായ ഭക്തി പ്രകടിപ്പിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. ഇനി മൂന്നാമത് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്ന മറ്റൊരു സംഭവം യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ബഥനിയിൽ മറിയം ഈശോയുടെ പാദങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് കഴുകി തുടയ്ക്കുന്നതാണ്. പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് ഈശോ ബഥനിയിൽ ഈ ഭവനത്തിലേക്ക് ചെല്ലുന്നു. അപ്പോൾ മറിയം വളരെ വില കൂടിയ സുഗന്ധ തൈലം ഉപയോഗിച്ചുകൊണ്ട് ഈശോയുടെ പാദങ്ങളിൽ പൂശുമ്പോൾ കള്ളനായിരുന്ന ഈശോയുടെ അപ്പസ്തോലന്മാരിൽ ഒരുവനായിരുന്ന യൂദാസ് കറിയാത്ത മറിയത്തെ വിമർശിക്കുകയാണ്. ഇത്രയേറെ വിലയേറിയ സുഗന്ധം മേടിക്കുന്നതിന് പകരം ആ പണം ഉപയോഗിച്ച് പാവങ്ങളെ സഹായിക്കാൻ മേലായിരുന്നോ എന്ന് പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട്, അവളെ വെറുതെ വിടുക. അവൾ ഇത് ചെയ്തത് എൻ്റെ സംസ്കാരശേഷം നടത്തേണ്ടതിൻ്റെ ആ അനോയിൻറ്റിങ്ങിനെ കുറിച്ചാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. അവിടെ ഒരു പ്രവാചക ദർശനം പോലെ മറിയം പ്രവർത്തിക്കുകയാണ്. ഈശോയുടെ മരണശേഷം സംസ്കാരത്തിന് മുമ്പ് ശരിയായ രീതിയിൽ തൈലാഭിഷേകം നടത്തുവാൻ സമയം കിട്ടുന്നില്ല. എന്നാൽ അതിനു മുമ്പ് തന്നെ ഈശോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൾ അത് ചെയ്യുന്നു. അങ്ങനെ മർത്തായും മറിയവും നമ്മളുടെ ശുശ്രൂഷയുടെയും വചനധ്യാനത്തിൻ്റെയും പ്രതീകങ്ങളായി മാറുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ 2021 ജൂലൈ മാസം 29-ാം തീയതി ഈ 3 പേരുടെയും മർത്തായുടെയും മറിയത്തിൻ്റെയും ലാസറിൻ്റെയും സംയുക്ത തിരുനാളായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. മർത്ത ഭക്ഷണം പാകം ചെയ്യുന്നവർ, കുടുംബ ജോലികളിൽ വ്യാപൃതരാകുന്നവർ, സെർവൻസ് ആയിട്ടുള്ളവർ, പരിചാരകരായിട്ടുള്ളവരുടെയൊക്കെ മധ്യസ്ഥയാണ്. മറിയമാകട്ടെ ധ്യാനാത്മകമായ ജീവിതം നയിക്കുന്നവരുടെ മാതൃകയായി പേട്രനായിട്ട് മാറുന്നു. പാരമ്പര്യമനുസരിച്ച് മർത്തായും മറിയവും ലാസറും ഹോളി ലാൻഡിൽ നിന്ന്, വിശുദ്ധ നാട്ടിൽ നിന്ന് ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം തെക്കേ ഫ്രാൻസിലേക്ക് പോവുകയും അവിടെ സുവിശേഷം നടത്തുകയും ചെയ്തതായിട്ട് വിശ്വസിക്കപ്പെടുന്നു. അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. മർത്തായും മറിയവും ലാസറും സമ്പന്നമായൊരു കുടുംബത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇത്രയേറെ ആളുകൾക്ക് ആതിഥേയത്വം കൊടുക്കുവാനും ഭക്ഷണം തയ്യാറാക്കുവാനും അതുപോലെ തന്നെ 300 ദിവസത്തെ വേതനം വരുന്ന വിലയേറിയ ആ തൈലം ഉപയോഗിക്കുവാനുമൊക്കെ സാധിക്കുന്നത്. അങ്ങനെ അവർക്ക് സമ്പത്തുണ്ടായിരുന്നെങ്കിലും ആ സമ്പത്ത് ഈശോയിൽ നിന്നും ദൈവത്തിൽ നിന്നും അവരെ അകറ്റുകയല്ല, മറിച്ച് ആ സമ്പത്ത് അവർ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ മറ്റുള്ള ആളുകൾക്കും അവിടെ വന്ന് പ്രാർത്ഥിക്കുവാൻ അവസരം കൊടുക്കുകയായിരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ജോലിയുടെയും അതോടൊപ്പം തന്നെ ആരാധനയുടെയും ഒരു ബാലൻസ് മർത്തായും മറിയവും നമുക്ക് നൽകുന്നുണ്ട്. ഹോസ്പിറ്റാലിറ്റിയുടെ ആതിഥേയത്വത്തിൻ്റെ ശുശ്രൂഷയുടെ പ്രതീകമാണ് മാർത്ത എന്ന് വരികിൽ മേരി പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും സന്യാസ ജീവിതത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകമായി മാറുകയാണ്. മൂന്നാമതായിട്ട് ഈശോ ആഗ്രഹിക്കുന്നത് നമ്മളുമായിട്ടുള്ള ഒരു വെറും സൗഹൃദം മാത്രമല്ല, ഈശോയുടെ ശിഷ്യരായി നമ്മൾ മാറണം. മറ്റ് ധാരാളം ആളുകൾ ഈശോയെ ശ്രമിച്ചു, പക്ഷേ അവർ അവരുടെ വഴിക്ക് പോയി. എന്നാൽ ഇവരാകട്ടെ ഈശോയ്ക്ക് വേണ്ടി അവർ ത്യാഗം സഹിക്കുകയാണ്. തങ്ങളുടെ റിസോഴ്സസ്, തങ്ങളുടെ ഹൃദയം, തങ്ങളുടെ ഭവനം തുറന്നു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈശോയ്ക്ക് വേണ്ടി നമുക്കും നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കുവാൻ കഴിയണം. ഒരു ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഈശോയിലാണ് ആശ്രയിക്കേണ്ടത് എന്ന് മർത്തായും മറിയവും നമ്മളെ പഠിപ്പിക്കുകയാണ്. മേരിയെപ്പോലെ ഈശോയുടെ പാദാന്തികത്തിൽ അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമുക്ക് ഇരുന്ന് ധ്യാനിക്കുവാൻ കഴിയുന്നുണ്ടോ? മർത്തായെപ്പോലെ
വളരെ വിശാല മനസ്ഥിതിയോടെ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുവാൻ, ശുശ്രൂഷ ചെയ്യുവാൻ, ആതിഥേയത്വം നൽകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈശോയുടെ വനിതാ ശിഷ്യന്മാരിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് സുവിശേഷകനായ മർക്കോസിൻ്റെ അമ്മയായിരുന്ന മറിയം. ജെറൂസലേമിലെ മറിയം എന്നാണ് അവൾ അറിയപ്പെട്ടിരുന്നത്. സുവിശേഷകനായ ജോൺ മാർക്ക് എന്നാണ് അദ്ദേഹം അറിയപ്പെടുക. ആ ജോൺ മാർക്കിൻ്റെ ആ അമ്മ ആതിഥേയത്തിൻ്റെയും വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വലിയ കരുത്തിൻ്റെയും പ്രതീകമാണ്. അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, പത്രോസിനെ കാരാഗൃഹത്തിൽ അടച്ചു. അവിടെ നിന്ന് മാലാഖ അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി. അപ്പോൾ പത്രോസ് വേഗം പോയത് മാർക്ക് എന്നറിയപ്പെടുന്ന ജോണിൻ്റെ അമ്മയുടെ ഭവനത്തിലേക്കാണ്. അവിടെ മറ്റ് ശിഷ്യഗണങ്ങൾ പ്രാർത്ഥനയിൽ കഴിയുകയായിരുന്നു. അങ്ങനെ മറിയത്തിന് മർക്കോസിൻ്റെ അമ്മയായ മറിയത്തിന് ആദിമസഭയിൽ പ്രമുഖമായ ഒരു സ്ഥാനമുണ്ടായിരുന്നു. ഭയചകിതരായ ശിഷ്യർക്ക് അഭയം കൊടുക്കുവാൻ ധൈര്യസമേതം അവളുടെ ഭവനം അവൾ തുറന്നു കൊടുത്തു. അവൾ സമ്പന്നയായിരുന്നെങ്കിലും അവൾ ധീരതയോടുകൂടി കർത്താവിന് സാക്ഷ്യം വഹിച്ചു. അക്കാലത്ത് സമ്പന്നനായവർക്ക് മാത്രമാണ് 2 നില കെട്ടിടം അല്ലെങ്കിൽ മണിമാളിക ഉള്ളത്. അവൾക്ക് റോദ എന്ന് പറയുന്ന ഒരു ദാസി ഉണ്ടായിരുന്നതായിട്ടും അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ 12-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ആദിമ ക്രൈസ്തവ സഭയുടെ പാരമ്പര്യങ്ങളിലും അതുപോലെ തന്നെ ചില അപ്രമാണിക ഗ്രന്ഥങ്ങളിലും ഒക്കെ പറയുന്നതനുസരിച്ച് അവളുടെ ഭവനത്തിൻ്റെ ആ 2-ാം നിലയിലാണ് സെഹിയോൻ ശാല എന്നറിയപ്പെടുന്ന, അവിടെയാണ് ഈശോയ്ക്ക് അന്ത്യ അത്താഴം കഴിച്ചത്. അവിടെയാണ് കർത്താവ് ഉദ്ധാനം ചെയ്ത ശേഷം അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത്. അവിടെ വെച്ചാണ് പ്രാർത്ഥനാനിരതരായിരുന്ന ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന പെന്തക്കോസ്ത അനുഭവമുണ്ടായത്. അങ്ങനെ ആദിമസഭയുടെ ആദ്യത്തെ ഭവനമായി, പ്രാർത്ഥനാലയമായി, ദേവാലയമായി അത് മാറി. ഇവരുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് മേരിയുടെ ഭർത്താവിൻ്റെ പേരാണ്, അല്ലെങ്കിൽ മർക്കോസിൻ്റെ പിതാവിൻ്റെ പേരാണ് അരിസ്റ്റോഫിലസ്. മറിയവും അരിസ്റ്റോഫിലസും ജീവിച്ചിരുന്നത് ലിബിയയിലെ സൈറീനിലായിരുന്നു. ആ സൈറീൻകാരനായിരുന്ന അരിസ്റ്റോഫിലസും മേരിയും അവിടെ ചില പ്രാകൃതനായ ആളുകളുടെ ബാർബേരിയൻസിൻ്റെ അറ്റാക്ക് ഉണ്ടായതുകൊണ്ട് അവിടെ നിന്ന് അവരുടെ സമ്പത്തെല്ലാം വിറ്റ് ജെറുസലേമിലേക്ക് അവർ മാറി താമസിച്ചു. അവരുടെ സമ്പത്തും അവരുടെ മറ്റുള്ള ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളുമൊക്കെ പിന്നീട് അവർക്ക് സഭയിലും ഒരു പ്രമുഖ സ്ഥാനം ഉണ്ടായി. മറിയം ഈശോയുടെ ഒരു വലിയ ശിഷ്യയായി മാറി. അതുകൊണ്ട് തന്നെ ഈശോയും ശിഷ്യന്മാരും മർത്തായുടെയും മറിയത്തിൻ്റെയും ലാസറിൻ്റെയും ഭവനത്തിൽ പോയിരുന്നത് പോലെ തന്നെ ജെറുസലേമിൽ പോകുമ്പോൾ ചിലപ്പോഴൊക്കെ ഈശോയും ശിഷ്യന്മാരും സന്ദർശിച്ചിരുന്നതും ഈ ഭവനത്തിലായിരുന്നു. പെസഹ എവിടെയാണ് ഞങ്ങൾ ഒരുക്കേണ്ടത് എന്ന് അപ്പോസ്തലന്മാർ ഈശോയോട് ചോദിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ മുമ്പോട്ട് പോവുക, അവിടെ ഒരു കൂടം വെള്ളവുമായിട്ട് പോകുന്ന ഒരു മനുഷ്യനെ കാണും, അവനെ അനുഗമിക്കുക, അവരുടെ ഭവനത്തിലാണ് എനിക്ക് പെസഹ ഒരുക്കേണ്ടത്. അത് ഈ മർത്തായുടെ ഭവനമായിരുന്നു എന്നും ആ വെള്ളം ചുമന്നുകൊണ്ട് പോയിരുന്നത് മർക്കോസ് ആയിരുന്നുവെന്നും വിശ്വസിക്കുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ സംഭവം പറയുക. മർത്ത നമുക്ക് ഒരു പേരൻറ്റിങ്ങിൻ്റെ ഒരു വലിയ മാതൃകയാണ്. കാരണം ഈശോയോടുള്ള അവളുടെ ഭക്തിയും അവളുടെ സ്നേഹവുമാണ് മർക്കോസിനെ ഈശോയുടെ ഒരു വലിയ ശിഷ്യനാക്കി മാറ്റിയത്. അതുപോലെ തന്നെ അവളുടെ മകനായ മർക്കോസിന് ഈശോയുടെ പല അത്ഭുതങ്ങൾക്കും പല ജീവിതാനുഭവങ്ങൾക്കും സാക്ഷ്യം വഹിക്കുവാൻ ഇടയാക്കിയത്. ഒരു വിശ്വാസമനുസരിച്ച് ഈശോയുടെ പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ കാനായിലെ വെള്ളം വീഞ്ഞാക്കി കൊടുക്കുന്ന ആ സംഭവത്തിലും ഈ മർക്കോസ് ഉണ്ടായിരുന്നുവെന്ന ഒരു വിശ്വാസമുണ്ട്. അന്ത്യത്താഴ വേളയിൽ മർക്കോസ് ഈശോ ശിഷ്യന്മാരോട് പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു എന്നാണ് വിശ്വസിക്കുക. കാരണം നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ ഈശോയും ശിഷ്യന്മാരും ഗത്സമനിലേക്ക് പോകുമ്പോൾ മർക്കോസും അവരെ അനുഗമിക്കുന്നുണ്ട്. അവിടെ മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 51-52 വാക്യങ്ങളിൽ പറയുന്ന പ്രകാരം ഈശോയെ പടയാളികൾ ബന്ധിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാരെല്ലാം ഓടി ഒളിച്ചു. അവിടെ നിന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവൻ്റെ മേലങ്കി ഈ പടയാളികൾ പിടിച്ചു വാങ്ങിച്ചപ്പോൾ അവൻ നഗ്നനായി ഓടിപ്പോയി എന്ന് പറയുന്നത് ഈ മർക്കോസ് ആണെന്നാണ് വിശ്വസിക്കപ്പെടുക. മർക്കോസ് പിന്നീട് പൗലോസ്ലീഹായെയും ബർണബാസിനെയും അനുഗമിക്കുന്നുണ്ട്. പത്രോസിനോടൊപ്പം ഈ മർക്കോസ് റോമിലും ഒക്കെ യാത്ര ചെയ്യുന്നുണ്ട്.
പത്രോസ് ശ്ലീഹായുടെ സുവിശേഷങ്ങളെല്ലാം, വചനപ്രഘോഷണമെല്ലാം ഈ മർക്കോസ് കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റോമിലെ ജനങ്ങളുടെ ആവശ്യപ്രകാരം പത്രോസിൻ്റെ സുവിശേഷം എന്നറിയപ്പെടുന്ന മർക്കോസിൻ്റെ സുവിശേഷം, മർക്കോസിൻ്റെ പ്രബോധനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മർക്കോസ് എഴുതുവാൻ ഇടയായത്. ഈ മർക്കോസിൻ്റെ അമ്മയായ മറിയത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന്, അവളുടെ ആ ആതിഥേയത്വമാണ്. ധൈര്യസമേതം ഈശോയുടെ പരസ്യജീവിത കാലത്തും ആദിമസഭയിലും അവളുടെ ഭവനം അവൾ തുറന്നു കൊടുക്കുകയാണ്. റോമാക്കാർ അല്ലെങ്കിൽ യഹൂദ പ്രമാണിമാർ തങ്ങളെ ആക്രമിക്കാം എന്ന് ഭയന്നിരിക്കുന്ന ശിഷ്യന്മാർക്ക് അത് തുറന്നു കൊടുക്കണമെങ്കിൽ എത്രമാത്രം വിശ്വാസത്തിലാണ് അവൾ അത് തുറന്നു കൊടുത്തത്. അതുപോലെ തന്നെ മർക്കോസിൻ്റെ ഒരു നല്ല അമ്മ, ഒരു പരിശീലനം കൊടുക്കുന്ന അമ്മയായി നമ്മളെ കാണുമ്പോൾ നമുക്കും നമ്മുടെ അമ്മമാർക്ക് അവളൊരു മാതൃകയാണ്. അതുപോലെ തന്നെ ഈ ആദിമസഭയുടെ പീഡാസഹന വേളയിലൊക്കെ അവൾ കൊടുത്ത, ആദിമസഭയ്ക്ക് കൊടുത്ത ധൈര്യവും, അതോടൊപ്പം തന്നെ പത്രോസ് ബന്ധിതനായപ്പോൾ ക്രൈസ്തവരെ വിളിച്ചുകൂട്ടി അവരുടെ ഭവനങ്ങളിൽ വെച്ച് അവർ പ്രാർത്ഥിക്കുകയാണ് ഈ പത്രോസിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി. അതിൻ പ്രകാരം ദൈവം പത്രോസിനെ സ്വതന്ത്രനാക്കുകയും ഈ മറിയത്തിൻ്റെ ഭവനത്തിൽ പത്രോസിനെ എത്തിക്കുകയും ചെയ്യുന്നു. കാരണം പത്രോസിന് അറിയാമായിരുന്നു ആദിമ ക്രൈസ്തവർ എവിടെയായിരിക്കും, അപ്പസ്തലന്മാർ എവിടെയായിരിക്കും കൂടിയിരിക്കുക എന്ന്. അതുകൊണ്ട് തന്നെ ഈ മറിയത്തിൻ്റെ ആ വലിയ ശുശ്രൂഷ നമ്മളുടെയും ഒക്കെ ജീവിതത്തിൽ ഒരു വലിയ ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ, ധീരമായ സാക്ഷ്യത്തിൻ്റെ മാതൃകയായി മാറണം. ഈശോയുടെ ശിഷ്യഗണത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു വ്യക്തിയാണ് വെറോനിക്ക. അവളെപ്പറ്റി സുവിശേഷങ്ങളിലൊന്നും രേഖപ്പെടുത്തുന്നില്ല. എന്നാൽ നമ്മൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ബൈബിളിൽ ഒരു പരാമർശം പറയുന്നത്, അല്ലെങ്കിൽ വിശ്വാസമനുസരിച്ച് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ഒരു 12 വർഷമായി രക്തസ്രാവക്കാരിയായിരുന്ന ഒരു സ്ത്രീ ജനക്കൂട്ടത്തിനിടയിലൂടെ ഒളിച്ചു വന്ന് ഈശോയുടെ മേലങ്കിയുടെ വസ്ത്രത്തിൽ സ്പർശിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അവിടെ അവളുടെ വിശ്വാസം മൂലം ഈശോ അവളെ സുഖപ്പെടുത്തുന്നുമുണ്ട്. മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് ഈശോ അവളോട് പറയുന്നതായിട്ട് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അത് ഈശോയുടെ തിരുമുഖം തുടച്ച, അതായത് ഈശോ ഗാഗുൽത്തായിലേക്ക് കുരിശു ചുമന്നുകൊണ്ട് പോകുന്ന സമയത്ത് സഹതാപം തോന്നി ഈശോയുടെ മുഖത്തെ രക്തവും വിയർപ്പും തുടച്ചെടുത്ത ആ ഭക്തസ്ത്രീയാണ് ഈ വെറോനിക്ക. അതുകൊണ്ട് നമ്മുടെ പാരമ്പര്യങ്ങളിലും അപ്രമാണിക ഗ്രന്ഥങ്ങളിലും ഒക്കെ പറയുന്നതോടൊപ്പം തന്നെ പീലാത്തോസിൻ്റെ നടപടി എന്ന് പറയുന്ന അപ്രമാണിക ഗ്രന്ഥത്തിലും അവിടെ പറയുന്നത് ഈ രക്തസ്രാവക്കാരിയായിരുന്ന സ്ത്രീ ആയിരുന്നു ഈ വെറോനിക്ക എന്നാണ്. അവൾ ആ സഹതാപം തോന്നിയിട്ട് ഈശോയുടെ എതിരാളികളും ഈശോയെ കുരിശു തറയ്ക്കാൻ പോണ പടയാളികളുടെയും ഇടയിലൂടെ ധൈര്യത്തോടെ ചെന്ന് ഈശോയുടെ തിരുമുഖം തുടയ്ക്കുമ്പോൾ ഈശോ അവൾക്കൊരു സമ്മാനം നൽകുകയാണ്. തൻ്റെ തിരുമുഖത്തിൻ്റെ ഛായ അവളുടെ ആ വസ്ത്രത്തിൽ ഈശോ പതിപ്പിക്കുന്നു. വെറോനിക്ക എന്ന വാക്കിൻ്റെ അർത്ഥം ട്രൂ ഇമേജ്, യഥാർത്ഥത്തിലുള്ള ചിത്രം എന്നാണ്. അതായത് അത് ലാറ്റിനിൽ വെറ മീൻസ് ട്രൂ, ഐക്കൺ എന്നുള്ളത് ഇമേജാണ്. ആ ഒരു യഥാർത്ഥ ഇമേജിൻ്റെ പേരിലാണ് അവൾ അറിയപ്പെടുക. പാരമ്പര്യമനുസരിച്ച് അവൾ റോമിലേക്ക് പോവുകയും റോമൻ ചക്രവർത്തിയായിരുന്ന തൈബേരിയസിന് കുഷ്ഠരോഗം പോലെ എത്രയോ കഠിനമായ എന്തോ രോഗം വന്നപ്പോൾ ചക്രവർത്തി ആവശ്യപ്പെട്ട പ്രകാരം ഈ വെറോനിക്ക അവളുടെ അത്ഭുതം പ്രവർത്തിക്കുന്ന ഈശോയുടെ തിരുമുഖമുള്ള ആ ചിത്രവുമായിട്ട് അല്ലെങ്കിൽ ആ തുണിയുമായിട്ട് ചെല്ലുകയും ആ ചക്രവർത്തിയെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് ഒരു വിശ്വാസമുണ്ട്. വേറൊന്ന്, തെക്കേ ഫ്രാൻസിൽ അവൾ പോവുകയും അവിടെ ക്രിസ്തുമതം പ്രഘോഷിക്കുകയും ചെയ്തുവെന്നുള്ള ഒരു വിശ്വാസം, ഒരു പാരമ്പര്യവുമുണ്ട്. കത്തോലിക്ക സഭയിലും കുരിശിൻ്റെ വഴിയിലെ 6-ാം സ്ഥലം ഈ വെറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇന്നും ആ വെറോനിക്കയെ അനുസ്മരിക്കുന്നുമുണ്ട്. വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കായിൽ ഈ തിരുമുഖത്തിൻ്റെ ചിത്രമുള്ള ആ വസ്ത്രം വണങ്ങപ്പെട്ടിരുന്നുവെന്ന് പറയുന്നുണ്ട്. വെറോനിക്കയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അവളുടെ സുഖം പ്രാപിക്കലിന് ശേഷമുള്ള അല്ലെങ്കിൽ സുഖം പ്രാപിക്കലിന് വേണ്ടിയുള്ള വിശ്വാസമാണ്. ഈശോ രക്ഷകനാണെന്നും ആ ഈശോയുടെ വസ്ത്രത്തിൽ സ്പർശിച്ചാൽ മതി എന്ന് വിശ്വസിച്ചുകൊണ്ട് പോലും അവൾ പോയി സ്പർശിക്കുകയും സുഖം പ്രാപിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈശോ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. മറ്റൊന്ന്, ഈ സൗഖ്യം പ്രാപിക്കുവാൻ വേണ്ടി പോകുമ്പോൾ മാത്രമല്ല, ആ ഈശോയോടുള്ള നന്ദിപ്രകാരം അവൾ കേട്ടറിഞ്ഞ് ഈശോയുടെ കുരിശിനെ അനുധാവനം ചെയ്ത് ഈശോയുടെ മുഖം തുടയ്ക്കുവാനുള്ള ധൈര്യം
അവൾ കാണിക്കുന്നു. അങ്ങനെ പബ്ലിക്കായിട്ട് കർത്താവിനെ സാക്ഷ്യം വഹിക്കുവാനുള്ള ഒരു മാതൃക അവൾ നമുക്ക് കാണിച്ചു തരികയാണ്. മറ്റൊന്ന്, ഈശോയ്ക്ക് വേണ്ടി നമ്മൾ താല്പര്യം കാണിക്കുമ്പോൾ ഈശോ നമുക്ക് തരുന്ന സമ്മാനം. കാരണം ഈശോ തൻ്റെ തിരുമുഖത്തിൻ്റെ ഛായ ആ തുണിയിൽ പതിപ്പിച്ചുകൊണ്ട് അവൾക്കൊരു വലിയ ഭാഗ്യം നൽകുകയാണ്. അങ്ങനെ ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും ഈ വെറോനിക്ക ആദരിക്കപ്പെടുകയാണ്. ചില ഈശോയുടെ ഭക്തരായ സ്ത്രീകളെക്കുറിച്ച് പറയുന്നുണ്ട്. ജോവാന, സൂസന്ന, മറ്റ് ചില ഭക്തരായ സ്ത്രീകൾ. ഇവർ ഈശോയെയും ഈശോയുടെ അപ്പസ്തോല ഗണത്തെയും തങ്ങളുടെ പരിമിതമായ വരുമാനത്തിൽ നിന്നുകൊണ്ട് സഹായിക്കുന്നതായി പറയുന്നുണ്ട്. അതിൽ ജോവന്ന എന്ന് പറയുന്നത് ഹെറോദ് അന്തിപ്പാസ് രാജാവിൻ്റെ പരിചാരകനായിരുന്ന കൂസായുടെ ഭാര്യയാണ്. ആ നിലയിൽ സമൂഹത്തിൽ അവൾക്കൊരു നിലയുണ്ട്. എങ്കിലും അവൾ തൻ്റെ ആ വിലയും നിലയും സൗഭാഗ്യവും ഒക്കെ പരിഗണിക്കാതെ ഈശോയെ ശുശ്രൂഷിക്കുവാനായി ഈശോയെ അനുധാവനം ചെയ്യുന്ന വനിതാ ശിഷ്യഗണത്തിൽ ഒരുവളായി മാറുന്നു. ഒരുപക്ഷെ അവളെ ഈശോ സുഖപ്പെടുത്തിയിട്ടുണ്ടാകണം. അതുകൊണ്ടാകണം അവൾ ഈശോയെ അനുഗമിക്കുന്നതിന് കാരണമായി തീർന്നത്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്ന പ്രകാരം അവൾ ഈശോയുടെ ഉദ്ധാനത്തെ തുടർന്നുള്ള ആ ശൂന്യമായ കല്ലറ കാണുവാൻ പോയ കൂട്ടത്തിൽ അവളുടെ പേര് പറയുന്നുണ്ട്. മറ്റൊരാളാണ് സൂസന്ന. ലൂക്കായുടെ സുവിശേഷം 8-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ അവൾ ഈശോയ്ക്ക് ചെയ്തിരുന്ന ശുശ്രൂഷയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. മറ്റൊരാളാണ് സലോമി. അത് ഒരുപക്ഷെ യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും അമ്മയായ സലോമി ആയിരിക്കണം. അവളും ഈശോയുടെ കുരിശിൻ ചുവട്ടിലും അതുപോലെ തന്നെ ശൂന്യമായ കല്ലറ കാണാൻ പോയതായിട്ടും മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 40-ാം വാക്യത്തിലും 16-ാം അധ്യായം 1-ാം വാക്യത്തിലും രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റൊന്ന് യാക്കോബിൻ്റെ അമ്മയായ മറിയം. അത് മർക്കോസിൻ്റെയും മത്തായിയുടെയും സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 15-ന്റെ 40-ഉം മത്തായിയുടേത് 27-ന്റെ 56-ഉം. പിന്നെ അതുകൂടാതെ മറ്റു പല വനിതകളും എന്ന് പറയുന്നുണ്ട്. അവരുടെ പേരുകൾ പറയുന്നില്ല. പക്ഷേ അവരും സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ വിശ്വാസപരമായിട്ടും ഈശോയെ അനുഗമിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. പുരുഷ മേധാവിത്വം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈശോ വനിതകളായ ശിഷ്യകൾക്ക് എങ്ങനെ പ്രാധാന്യം നൽകിയിരുന്നുവെന്നും അവരെ ഈശോ എങ്ങനെ സഹായിച്ചുവെന്നും അനുഗ്രഹിച്ചുവെന്നും നമ്മൾ കാണുകയാണ്. ഇവരുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. ഒന്ന്, ഈശോ അവർക്ക് കൃപ നൽകിയപ്പോൾ അവർ ഈശോയോട് കാണിച്ച ആ വലിയ താല്പര്യവും ശുശ്രൂഷയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഈശോയെ അനുധാവനം ചെയ്യുവാനും ഈശോ നമുക്ക് നൽകുന്ന കൃപകളെ പ്രതി ഈശോയോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഈശോയെയും ഈശോയുടെ സഭയെയും സ്നേഹിക്കുവാനും സേവിക്കുവാനും കഴിയണം. മറ്റൊന്ന്, അവരുടെ ആ വലിയ ഒരു ജനറോസിറ്റി, അവരുടെ ഔദാര്യ മനസ്ഥിതി, അവരുടെ പരിമിതമായ വരുമാനത്തിൽ നിന്ന് സാമ്പത്തികമായിട്ടും ഭക്ഷണം, താമസ സൗകര്യം ഇങ്ങനെയുള്ളതെല്ലാം ഒരുക്കി കൊടുക്കുവാൻ അവർ തയ്യാറാകുന്നു. അതുപോലെ തന്നെ നമുക്കും നമ്മുടെ പരിമിതമായ വരുമാനങ്ങളിൽ നിന്നുകൊണ്ട് സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഈശോയെയും സഭയെയും സ്നേഹിക്കുവാനും സേവിക്കുവാനും കഴിക്കണം. മറ്റൊന്ന്, അവരുടെ ധൈര്യം, അവരുടെ വിശ്വസ്തത, പ്രത്യേകിച്ച് ഈശോയെ കുരിശിൻ ചുവട്ടിലും ഉദ്ധാനത്തിൻ്റെ സമയത്തുമൊക്കെ അവിടെയൊക്കെ ചെന്നെത്തുവാൻ ഉള്ള ആ ധൈര്യം നമുക്ക് കാണുവാൻ സാധിക്കും. വനിതകൾക്കും സഭയിൽ വലിയ പിന്തുണ നൽകിക്കൊണ്ട് കർത്താവിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സാധിക്കുമെന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്ക് ഒരു പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ശിഷ്യകളായിട്ട് അങ്ങയുടെ തിരുക്കുമാരനെ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണത്തെ സഹായിക്കുവാനായിട്ട് അതോടൊപ്പം തന്നെ കർത്താവിനെ സാക്ഷ്യം വഹിക്കുവാനായിട്ട് വിശുദ്ധരായ വനിതകളെയും അങ്ങ് തിരഞ്ഞെടുത്തുവല്ലോ. മഗ്ദലന മറിയം, മർത്ത, മറിയം, മർക്കോസിൻ്റെ അമ്മയായ മറിയം, ജോവന്ന, സൂസന്ന തുടങ്ങിയവരെ പോലെ ഞങ്ങൾക്കും അങ്ങയെ സ്നേഹിക്കുവാൻ, അങ്ങയുടെ തിരുക്കുമാരനെ വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ, അങ്ങയുടെ തിരുക്കുമാരന് തലവനായിരിക്കുന്ന ആ സഭയ്ക്ക് വേണ്ടി ധൈര്യസമേതം പ്രവർത്തിക്കുവാൻ, ആ സഭയോട് വിശ്വസ്തത പുലർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ഭക്തരായ സ്ത്രീകളെ പോലെ അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളും ശക്തിയും നൽകണമേ. ഞങ്ങളുടെ കഴിവുകളും ഞങ്ങളുടെ സമയവും ഞങ്ങളുടെ താലന്തുകളുമൊക്കെ
വിശ്വാസത്തോടെ പ്രത്യാശയോടെ പങ്കുവയ്ക്കുവാനും അതിലൂടെ അങ്ങയിൽ നിന്ന് കൃപാവരം സ്വീകരിക്കുവാനും ജീവിതാന്ത്യം വരെ അങ്ങയുടെ ശിഷ്യരായി ജീവിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.